എല്ലാരും അപ്പച്ചി രക്ഷിക്കണേ. അപ്പച്ചി എനിക്ക് കുറെ മുട്ടായി തന്നിട്ടുണ്ടായിരുന്നു. ആ സ്കൂളിൽ ചമ്മന്തിയും ചോറ കൊണ്ടുവന്നു. സ്കൂളിൽ എന്റെ കൂട്ടുകാരി മീൻകറിയും ചോറൊക്കെയാ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് എല്ലാരും എന്റെ അപ്പച്ചിനെ രക്ഷിക്കണം. എന്റെ ഭർത്താവാണ്. 10-20 വർഷം കൊണ്ട് ഗൾഫിൽ പ്രവാസത്തിലായിരുന്നു. ഇപ്പൊ ജനുവരി വന്നിട്ട് തിരിച്ചു പോയതാണ് എന്റെ മക്കളെടുത്തുനിന്ന്. 5 മാസം കൊണ്ട് സ്റ്റോക്ക് വന്ന് ഈ അവസ്ഥയിലായി. എൻ്റെ മക്കൾക്ക് നല്ല ആഹാരം പോലും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇക്കാക്ക് തുടർച്ചയായി ചികിത്സയ്ക്ക് പോലും സഹായിക്കാൻ ആരുമില്ല. നിങ്ങളെ കഴിയുന്ന സഹായം തന്ന് എൻ്റെ മക്കളെ എൻ്റെ ഭർത്താവിനെ രക്ഷിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എൻ്റെ മക്കൾ നല്ല ഭക്ഷണങ്ങൾ കഴിച്ചിട്ട് ഇപ്പോൾ ഒരുപാട് നാളുകളായി. നല്ല രീതിയിൽ എൻ്റെ മക്കളെ നോക്കിക്കൊണ്ടിരുന്ന മനുഷ്യനാണ്. ഞാൻ കഴിയുന്ന എല്ലാ സഹായങ്ങളും സഹായിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. പ്രവാസ ലോകത്തിനോട് ഞാൻ കൈനീട്ടുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു സങ്കട കാഴ്ച നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുവാനാണ് പ്രിയപ്പെട്ടവരെ ഞാൻ ഈ വീഡിയോ മാറ്റി വരുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ പൂതക്കുളം ഗ്രാമപഞ്ചായത്തിൽ കലൈക്കോട് വാർഡ് 17 ഷമീർ അസീസ് എന്ന് പറയുന്ന പ്രിയപ്പെട്ട പ്രവാസി സഹോദരൻ്റെ വീട്ടിലാണ് പ്രിയപ്പെട്ടവരെ. 21 വർഷക്കാലം തൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രവാസ ലോകത്ത് നിന്ന് പാചകത്തൊഴിൽ ചെയ്ത് നല്ല രീതിയിൽ കുടുംബം നോക്കി വന്നൊരു സഹോദരനാണ്. ഒരിക്കൽ പോലും ഒരാളുടെ മുന്നിലും കൈ നീട്ടാതെ തൻ്റെ കുടുംബത്തെ അന്തസ്സായി നോക്കിയിരുന്ന ഈ ഷമീർ എന്ന് പറയുന്ന സഹോദരൻ കഴിഞ്ഞ റമദാനിൽ താൻ ജോലി ചെയ്തുകൊണ്ടിരിക്കെ സ്ട്രോക്ക് വന്ന് കിടപ്പിലായി. ഇപ്പം നാട്ടിൽ തൻ്റെ വീട്ടിൽ കിടപ്പാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. തൻ്റെ 2 കുഞ്ഞുങ്ങൾ കൂടാതെ ഷമീർ ഈ പൊന്നുമോളെ 9 വർഷം മുൻപ് വരെ ഈ പൊന്നുമോള് ഒരു ചിൽഡ്രൻസ് കെയറിൽ യതീമായിട്ട് നിന്നൊരു പൊന്നുമോള. ഈ പൊന്നുമോളെ ഏറ്റെടുത്തിട്ട് സ്വന്തം മോളെ പോലെ തന്നെ നല്ല രീതിയിൽ നോക്കി വരികയായിരുന്നു. പ്രിയപ്പെട്ടവർ, ഒരു കുടുംബം മൊത്തം ഇന്ന് പട്ടിണിയിലാണ്. ഷമീറിൻ്റെ ഒരു ജോലിയിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്നായിരുന്നു ഈ കുടുംബം നല്ല രീതിയിൽ കഴിഞ്ഞു പോയിരുന്നത്. ഇവരെ കൂടാതെ ഞാൻ ഈ വീഡിയോയിൽ ഒരു ഉമ്മയെ കൂടി കാണിക്കുന്നുണ്ട്. ഈ സഹോദരിയുടെ ഉമ്മയുടെ ജ്യേഷ്ഠത്തി. അവരെയും ഈ ഷമീർ നല്ല കാലത്ത് ജോലി ചെയ്യുന്ന പ്രവാസ ലോകത്ത് ജോലിയുള്ള കാലത്ത് ആ ഉമ്മയും കൂടി ഏറ്റെടുത്തിട്ട്, ആ ഉമ്മക്ക് മാനസിക രോഗമാണ്, ആ ഉമ്മയും കൂടി ഏറ്റെടുത്തിട്ട് ഇവർ നോക്കിയിരുന്നതാണ്. പക്ഷെ ആ ഉമ്മയും കൂടി കൊണ്ടുപോയി വേറെ സ്ഥലത്ത് താമസിക്കാൻ സ്ഥലമില്ല. അതുകൂടാതെ ഈ പൊന്നുമോളെ ഇനി തിരിച്ചു കൊണ്ടുപോകാൻ വേറൊരു വകുപ്പും ഈ കുടുംബത്തിന് ഇല്ലാത്തത് കൊണ്ടാണ് ഈ കുടുംബം നിങ്ങളുടെ മുന്നിൽ കൈനീട്ടുന്നത്. ഈ പൊന്നുമോളുടെ സങ്കടം നിങ്ങളെല്ലാവരും കേട്ടല്ലോ. പ്രിയപ്പെട്ടവരെ, നമ്മളെ മക്കളെ പോലെ കണ്ടിട്ട് ഈ പൊന്നുമോളെ മുഖം എല്ലാവരും ഓർക്കണേ. തൻ്റെ ഉപ്പാക്ക് വേണ്ടിയിട്ട് ആ പൊന്നുമോള് കരയുന്നത്. ഈ മോളെ ഏറ്റവും വലിയ സങ്കടം എന്താ അറിയുക നിങ്ങൾക്ക്? ഈ പൊന്നുമോള് സ്കൂളിൽ പോകുന്ന സമയത്തെ ഇവളെ കൂടെ പഠിക്കുന്ന കുട്ടികൾ കൊണ്ടുവരുന്ന ഭക്ഷണവും ഇവർ കൊണ്ടുപോകുന്ന ഭക്ഷണം കാണുമ്പോൾ ഈ പൊന്നുമോള് സങ്കടപ്പെട്ട് ഒരുപാട് കരഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ വാപ്പിയാണ്. 9 വർഷങ്ങൾക്ക് മുമ്പ് വരെ ഞാൻ ചിൽഡ്രൻസ് കെയറിലായിരുന്നു. ചിൽഡ്രൻസ് കെയറിൽ നിന്ന് ഡൊണേറ്റ് ചെയ്തിരുന്നത് എന്റെ വാപ്പിയാണ്. എന്റെ വാപ്പിയപ്പോൾ 4 മാസം കൊണ്ട് സ്റ്റോക്ക് കിടക്കുകയാണ്. ആരും സഹായിക്കാനില്ല. എല്ലാവരും സഹായിക്കണം. എന്റെ അപ്പച്ചൻ എല്ലായിടത്തും കൈ നീട്ടി ഇങ്ങനെ ആരും സഹായിച്ചിട്ടില്ല. എല്ലാരും സഹായിക്കണം. കാര്യമില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ വേൽപ്പുമൂട് കലക്കോട് മുസ്ലിം ജമാഅത്തിലെ ഇമാമാണ്. നമ്മുടെ ജമാഅത്തിൽപ്പെട്ട ഷമീർ എന്ന് പറയുന്ന ഈ സഹോദരൻ, പ്രവാസിയായ ഈ സഹോദരൻ സ്ട്രോക്ക് ബാധിച്ച് നിത്യവൃത്തിക്ക് പോലും ചെലവില്ല, വകയില്ലാതെ അവരുടെ ഭാര്യയും മക്കളുമായി മുമ്പോട്ട് പോവുകയാണ്. സഹോദരങ്ങളെ, നിത്യവും 1000 രൂപയിൽ പുറത്ത് ചിലവും അതുപോലെ തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസവും കണ്ടെത്താൻ അവർക്ക് സാധിക്കുന്നില്ല. ഭാര്യയാകട്ടെ അദ്ദേഹത്തിനെ ശുശ്രൂഷിച്ചുകൊണ്ട് അടുത്ത് തന്നെ വേണം. അതുകൊണ്ട് അവർക്കും ഒരു ജോലി കണ്ടെത്തി പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണുള്ളത്. ഈ വീഡിയോ കാണുന്ന കരുണയുള്ള, കാരുണ്യമുള്ള, അല്പമെങ്കിലും ദയവുള്ള എൻ്റെ സഹോദരങ്ങളെ, ഇവരെ സഹായത്തിന് അർഹരാണ്. എല്ലാവരും ഇവരെ സഹായിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനത്തെ കബൂലാക്കുമാറാകട്ടെ. ഞാൻ പൂതക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ്. എൻ്റെ പേര് അമ്മിണിയമ്മ. എൻ്റെ പഞ്ചായത്തിലുള്ള 17-ാം വാർഡിൽ താമസിക്കുന്ന ആളാണ് ഷൈനിയും അദ്ദേഹത്തിൻ്റെ ഭർത്താവും. പ്രവാസിയായിരുന്ന അദ്ദേഹത്തിന് പെട്ടെന്നൊരു അസുഖം ഉണ്ടാവുകയും കുടുംബത്തിൻ്റെ വരുമാനം നിലയ്ക്കുകയും ചെയ്തിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ചികിത്സയും മറ്റു കാര്യങ്ങളുമായിട്ട് വളരെ ബുദ്ധിമുട്ടുന്ന ഈ കുടുംബത്തിൽ ഈ വീഡിയോ കാണുന്ന എല്ലാവരും അവരെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം, എൻ്റെ പേര് സീന. ഞാൻ 17-ാം വാർഡ് മെമ്പറാണ്. ഒപ്പം തന്നെ ആശാവർക്കറുമാണ്. അതുകൊണ്ട് തന്നെ വർഷങ്ങളായി കുടുംബത്തെ എനിക്ക് അറിയുന്നതാണ്.
ഷമീറിനുണ്ടായ ഈ ദുരന്തം, വളരെ പെട്ടെന്നുണ്ടായ ഈ ചെറുപ്പക്കാരനുണ്ടായ ദുരന്തം ആ കുടുംബത്തിൻ്റെ വരുമാന മാർഗം തന്നെ നിലച്ചിരിക്കുകയാണ്. കുട്ടികളുടെയും അതുപോലെ തന്നെ ഈ ബന്ധുവായ കുട്ടിയുടെ പഠിപ്പും മറ്റ് എല്ലാ കാര്യങ്ങളും തന്നെ ഷൈനി നോക്കി വന്നു. അസ്സലാമു അലൈക്കും. കലക്കോട് വേപ്പിൻമൂട് മുസ്ലിം ജമാഅത്തിൽ അംഗമായിട്ടുള്ള ഷമീർ എന്ന് പറയുന്ന സഹോദരൻ വളരെ അസുഖം പെട്ടെന്ന് കൊണ്ട് പ്രാപിക്കുകയും കിടപ്പിൽ കിടന്നുകൊണ്ട് ഉള്ള ഒരു ജീവിതമാണ് ഇന്ന് ഇദ്ദേഹത്തിന് വന്ന് ചേർന്നിട്ടുള്ളത്. 2 മക്കളുണ്ട്. പോരാഞ്ഞിട്ട് ആ കുടുംബത്തിൽ ഉള്ള ഒരു അനാഥ കുഞ്ഞിനെ കൂടെ ഈ ഷമീറിൻ്റെ കുടുംബം നല്ല രീതിയിൽ അതിനെ കൂടെ വിദ്യാഭ്യാസവും കൊടുത്ത് നല്ല രീതിയിൽ സംരക്ഷണം കൊടുത്തിട്ടുള്ളൊരു കുടുംബമാണ്. ആ കുടുംബമാണ് ഇന്ന് അനാഥ ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. അസ്സാം വലൈക്കും. പ്രിയപ്പെട്ടവരെ, പ്രവാസിയായ ഈ സഹോദരന്റെ സങ്കടം നിങ്ങളാരും തട്ടിമാറ്റരുത്. ഒരു നാടും നാട്ടുകാരും ആ നാട്ടിലെ പൗരപ്രമുഖരും സ്ത്രീകളും കുട്ടികളും എല്ലാവരും എത്തിയിട്ടുള്ളത് ഈ പ്രിയപ്പെട്ട പ്രവാസിയായ സഹോദരനെ ഒന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനാണ്. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ഒന്ന് കൈകോർക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു.